SIR, NRCയുടെ രൂപമാറ്റമെന്ന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ പരകാല പ്രഭാകർ. രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് കരുതുന്നവരെ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഠിനാധ്വാനം ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് രംഗം ഒരു കാസിനോയിലെ കളി പോലെയായിരിക്കുന്നു. ഈ രാജ്യത്തു നിന്നുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, മറിച്ച് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് മോർച്ചയാണ്. അതാണ് യഥാർത്ഥ വോട്ട് ചോരി എന്ന് പറയുകയാണ് പരകാല പ്രഭാകർ. ആരാണ് ഈ പരകാല പ്രഭാകർ എന്ന് ഒരിക്കൽ കൂടി നാം അറിയണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവാണ് പരകാല പ്രഭാകർ. മോദി സർക്കാരിൻ്റെ നിശിത വിമർശകനാണ് പരകാല. അദ്ദേഹം കൃത്യമായി ഈ രാജ്യത്തെ ജനതയോട് പറഞ്ഞു വെക്കുന്നത് മോദി സർക്കാരിൻ്റെ ഈ പോക്ക് ശരിയല്ലെന്നാണ്. വോയിസ് ഓഫ് തമിഴ്നാടിന്റെ ആഭിമുഖ്യത്തിൽ ചെന്നൈയിൽ സംഘടിപ്പിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട റിപ്പബ്ലിക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള യോഗത്തിൽ പരകാല പ്രഭാകർ നടത്തിയ പ്രസംഗം ചർച്ചയാണെന്ന്. If you come out onto the road and say this must stop, it is not because you want to support Rahul Gandhi or Congress party or this party or that party, RJD or BJD. No, it is to save our democracy, it is to save our republic that we need to get onto the road. Election Commission took 11 days to declare the final polling percentage for phase 1. Do you know? 11 days. ആ വേദിയിൽ മാത്രമല്ല, SIRന്റെ പശ്ചാത്തലത്തിൽ മിക്കയിടത്തും BJPയുടെ വോട്ട് മോർച്ചയെക്കുറിച്ച് പറയുകയാണ് പരകാല. BJPക്ക് വ്യത്യസ്തങ്ങളായ നിരവധി വിഭാഗങ്ങളുണ്ട്. അവയെ മോർച്ചകൾ എന്നാണ് വിളിക്കുന്നത്. ഭാരതീയ ജനതാ യുവമോർച്ച, മഹിളാ മോർച്ച, കിസാൻ മോർച്ച, ന്യൂനപക്ഷ മോർച്ച, ഇതാ പുതിയ മോർച്ച കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ് മോർച്ച. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന സമഗ്രമായ ഗവേഷണം നടത്തിയിരുന്നു. ഏകദേശം 5 കോടി വോട്ടുകൾ കൃത്രിമമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 79 ലോക്സഭാ സീറ്റുകളിൽ BJPക്ക് വിജയിക്കാനായതെന്ന് ആ പഠനം കണ്ടെത്തി. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച താൽക്കാലിക കണക്കും അന്തിമ കണക്കും തമ്മിൽ ഏതാണ്ട് 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ടായി. ആ 5 കോടി വോട്ടുകൾ 15 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചുരുങ്ങിയത് 79 ലോക്സഭാ സീറ്റുകളുടെയെങ്കിലും ജയപരാജയങ്ങളെ മാറ്റിമറിച്ചു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ 2024 293 സീറ്റുകൾ നേടിയ NDAക്ക് 214 സീറ്റുകൾ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. 234 സീറ്റുകൾ നേടിയ പ്രതിപക്ഷ സഖ്യത്തിന് 313 സീറ്റുകൾ ലഭിക്കുമായിരുന്നു. ഈ കണക്ക് നോക്കിയാൽ 214 NDAയും 313 പ്രതിപക്ഷവും ഒരു തെരഞ്ഞെടുപ്പ് മോർച്ച പ്രവർത്തിക്കുന്നുണ്ട് എന്ന അനുമാനം എത്രമാത്രം സത്യമാണെന്നത് ഇതുകൊണ്ട് മാത്രം ബോധ്യപ്പെടാമെന്ന് പരകാല പ്രഭാകർ. 7 ഘട്ടങ്ങളിലായാണ് പോളിംഗ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പരകാല ചോദിക്കുന്നു. 1ാം ഘട്ടത്തിലെ അന്തിമ പോളിംഗ് ശതമാനം പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 11 ദിവസമെടുത്തു. 2ാം ഘട്ടത്തിലെ അന്തിമ പോളിംഗ് ശതമാനം പ്രഖ്യാപിക്കാൻ 4 ദിവസമെടുത്തു. 3ാം ഘട്ടത്തിലും 4ാം ഘട്ടത്തിലും 4 ദിവസമെടുത്തു. 5ാം ഘട്ടത്തിന് 3 ദിവസമെടുത്തു. 6ാം ഘട്ടത്തിന് 4 ദിവസമെടുത്തു. 7ാം ഘട്ടത്തിന് 5 ദിവസം. എന്തുകൊണ്ട്? അവസാന പോളിംഗ് ശതമാനം എത്രയാണെന്ന് പറയാൻ ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടാണ്? ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പോളിംഗിന്റെ അവസാന ദിവസം എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് 1-ാം തീയതിയായിരുന്നു, ജൂൺ 1, 2024. ഫലങ്ങൾ എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? ജൂൺ 4-ന്. 7ാം ഘട്ടത്തിൽ അന്തിമ പോളിംഗ് ശതമാനം ജൂൺ 6-നാണ് പ്രസിദ്ധീകരിച്ചത്. അതായത് അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7ാം ഘട്ടത്തിലെ അന്തിമ കണക്ക് നൽകുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയിൽ എന്നാണ് പരകാലയുടെ ചോദ്യം പരകാലയുടേത് മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ സത്ത നഷ്ടപ്പെടുന്നുവെന്ന് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതുമാണ്. അതുകൊണ്ടാണ് ഏവരും അക്ഷരം തെറ്റാതെ പറയുന്നത് ഈ പോക്ക് ശരിയല്ലെന്ന്.